പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യമുതൽ എന്നേക്ക് തന്നെയാണ്. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ അകപ്പറമ്പിടവയിലെ ഇട്ടു പാലക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം പ്രത്യേകിച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നു എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പട്ടക്കാർ താടി മീശ വളർത്തുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ 2 മുമ്പാണെന്നാണ് ഒരു വീഡിയോ കണ്ടത്. ശമാര് താടി മീശ വളർത്തുന്നതിനെ പറ്റിയാണ്. അദ്ദേഹം പറയുന്നത്, പഴയ നിയമ മഹാപുരോഹിതനായ അഹറോന് താടിയുണ്ടായിരുന്നു. അവൻ്റെ താടിമേൽ ഒലിക്കുന്ന അഭിഷേക തൈലം എന്നൊക്കെ പറയുന്നുണ്ട്. മഹാപുരോഹിതന മോശയ്ക്കും പാലുണ്ടായിരുന്നിരിക്കാം. പൊതുവെ യഹൂദന്മാർക്ക്, പുരുഷന്മാർക്കെല്ലാവർക്കും താടി വളർത്തുന്നുണ്ടവർ. പിന്നെ അദ്ദേഹം പറയുന്നത്, താടി വളർത്തുന്നത് സന്യാസികളുടെ ഒരു സ്വഭാവമാണ്. അത് വേണം, സന്യസ്തർക്കും സന്യസിക്കുന്നവർക്കും താടി വേണം എന്നുള്ള അർത്ഥത്തിലാണ്. സന്യസ്തർ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഉദ്ദേശിച്ചല്ലോ. ഇവിടെ നമ്മുടെ സഭ താടി വളർത്തുന്നത്, താടി മീശ വളർത്തുന്നത് ഇതൊന്നും ഉദ്ദേശിച്ചില്ല. നമ്മൾ പ്രവാചകന്റെ പുസ്തകം 6:1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗമാണ്. 6:2 മുതൽ, ശ്രോപ്പേന്മാർ അതിലുപരി നിന്നിരുന്നു. അവരിൽ ഓരോരുവനും 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖങ്ങളും 2 കൊണ്ട് അവരുടെ കാലുകളും മൂടുകയും 2 കൊണ്ട് പറക്കുകയും ചെയ്തിരുന്നു. അവർ പരസ്പരം ഇങ്ങനെ ആർത്തി വിളിച്ചു പറഞ്ഞു, തൻ്റെ മഹത്വം കൊണ്ട് സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരുടെ അട്ടഹാസ ശബ്ദത്തിൽ വാതിലിൻ്റെ കട്ടിളപ്പടികൾ ഇളകിപ്പോയി. 9 മാലാഖമാരുണ്ട് സ്വർഗത്തിൽ. ആദ്യം 10 വൃദ്ധ മാലാഖമാരുണ്ടായിരുന്നു, നമുക്കറിയാം. അതിലൊരു വൃദ്ധ മാലാഖമാർ ദൈവത്തോട് കോപിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തെ പോലെ തുല്യരാകാൻ ശപിച്ചു. അവരുടെ അഹങ്കാരം കൊണ്ട് അവരെ ശപിച്ചു തള്ളി. ബാക്കി 9 വൃത്തമുണ്ട്. 9 വൃത്തത്തെ 3 ഗണങ്ങളായിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ പരിഗണിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഗണത്തിൽ ഉള്ള മാലാഖമാരാണ് ശ്രാപ്യ മാലാഖമാർ. അവർ മുൻനിരയിലാണ്. 3 നിരകളായിട്ടാണ് ഇരിക്കുന്നത്. മുൻനിരയിലാണ്. അവർക്ക് 6 ചിറകുകളുണ്ട്. 2 കൊണ്ട് മുഖം മൂടും, 2 കൊണ്ട് കാല് മൂടും, 2 കൊണ്ട് പറക്കും. ഒരുവൻ്റെടുക്കൽ മറ്റൊരുവൻ പറന്നെടുത്തുകൊണ്ട് ഈ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് 6 തട്ടഹസിക്കുന്നു. കട്ടിളപ്പടികൾ പോലെ ഇളകിപ്പോക്കത്തക്ക രീതിയിൽ. അവിടെ 2 കൊണ്ട് മുഖം മൂടുന്നു, 2 കൊണ്ട് കാല് മൂടുന്നു. ആ മുഖവും കാലുകളും മൂടുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ വരുന്ന അത്യുഗ്രമായ ശോഭയും രശ്മികളും പ്രകാശവും താങ്ങാൻ ഇവർക്ക് പറ്റണില്ല. മാലാഖമാർക്ക് പറ്റണില്ല. അപ്പോൾ നമ്മുടെ കാര്യം പറയണം. അതുകൊണ്ട് 2 കൊണ്ട് മുഖം മൂടാണ്. ആ ശോഭ ഒന്ന് മുഖത്തടിച്ചാൽ അത് കരിഞ്ഞു പോകും. 2 കൊണ്ട് കാല് മൂടാണ്. ആ ശോഭ കാലിലടിക്കരുത്. 2 കൊണ്ട് പറക്കാണ്. പറക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ, ഒരു കാറ്റൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പം 2 കൊണ്ട് മുഖം മൂടുകയാണ്. സാറാഫുകളുടെ മുഖം മറയ്ക്കുന്ന ചിറകുകളാണ് താടി മീശ. അതാണ് ശരിയായ ഉത്തരം. ശരിക്കും താടി വളർത്തണമെന്ന് തന്നെയാണ് നിയമം. ഒരു കാരണവശാലും ക്ഷൗരം കത്തി അതിൽ തുടിക്കാൻ പാടില്ലെന്നൊക്കെയാണ്. പണ്ട് കാലങ്ങളിൽ അതൊക്കെ ശരിക്കും പാലിച്ചിരുന്നു. ഇപ്പോൾ അത്രയും പാലിക്കുന്നില്ല. ഞങ്ങളുടെ കുറ്റം തന്നെയാണ്. ദൈവത്തിൻ്റെ തേജസ്സിനെ
അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതിനാൽ രണ്ട് ചിറകിനാൽ അവർ മുഖം മറിക്കുന്നു. ആ തേജസ്, ഐശ്വര്യ, ശോഭ, ആ വെളിച്ചം, ദൈവം അടുക്കാൻ പാടില്ലാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. മോശയ്ക്ക് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നീ ആ പാറയുടെ ഇടുക്കിലിരുന്നു, ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ തേജസ്സിൻ്റെ പിറകുവശം കാണാന്ന് പറഞ്ഞു. ശരീരത്തിൻ്റെ എന്നല്ല പറഞ്ഞു. ദൈവാത്മാവാണ്, ശരീരമില്ല. ദൈവത്തിനൊന്നും സാധ്യമല്ല. ശരീരമില്ലെങ്കിലും സംസാരിക്കാം, കാണാം, പ്രവർത്തിക്കാം. എന്താ അങ്ങനെയെന്നുള്ള ചോദ്യമില്ല. ദൈവത്തെ പറ്റിയുള്ളൊരു ചോദ്യം അങ്ങനെയില്ല. ദൈവം പറഞ്ഞത് നമ്മളനുസരിച്ചാൽ ഒരു കൗണ്ടർ ചോദ്യം നമ്മൾ പാടില്ല. കാരണം ദൈവമാണ്. അതുകൊണ്ട് തന്നെ എന്നെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് പറ്റി ചോദിക്കാൻ പാടില്ല. നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. 29:11 അതാ പറയുന്നത്. ആ പദ്ധതിക്ക് നീ നിന്നു കൊടുക്കണം. അപ്പോൾ ആ പദ്ധതി നിനക്ക് വെളിപ്പെട്ട് തരും. അപ്പം ഇവിടെ ചിറകുകളാണ്, അത് സ്രോപ്പേ മാലാഖമാരുടെ ചിറകുകളാണ് അടിമിഷൻ. ഇപ്പം ആളുകൾ ചില സഭക്കാർ പറയുന്നുണ്ട്, രണ്ടാമത് കർത്താവ് വരുമ്പോൾ ഭൂമിയിലേക്കാണ് വരുമെന്ന് പറയുന്നത്. ഒരിക്കലും നടക്കില്ലത്. സ്വർഗം പ്രാപിച്ച കർത്താവ്, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി സ്വർഗത്തിൽ കയറി കർത്താവിന് സ്വർഗത്തിൽ നിന്ന് അതേ തേജസ്സോടുകൂടി ഇറങ്ങി വരാൻ പറ്റില്ല. തേജസ്കരിക്കപ്പെട്ട ശരീരം, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരം, അത് ശ്രദ്ധിക്കണം. താബോർ മലയിൽ വെച്ച് ശകല തേജസ് കിട്ടുള്ളൂ. പത്രോസ്, യാക്കോബിന്, യോഹന്നാൻ അവർക്ക് അവിടുന്ന് പോകണമെന്ന് തോന്നിയില്ല. ഇപ്പോൾ തേജസ്കരിക്കപ്പെട്ട തേജസ്സിൻ്റെ ശക്തി, കർത്താവിൻ്റെ തേജസ്സിൻ്റെ ശക്തി ഒന്നും നമുക്ക് അളക്കാൻ പറ്റില്ല. അത്രമാത്രം തേജസ്സാണ്. പക്ഷെ നമ്മൾ ഉയർക്കപ്പെട്ട അത്ര തേജസ്സൊന്നും കിട്ടില്ല. ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റവൻ അതേ തേജസ് കണ്ടതോടുകൂടി കീഴ്പോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല. ഭൂമിയിൽ വന്നാലേ ആരും ഉണ്ടാവില്ല. തേജസ്കരിക്കപ്പെട്ടവരാണ് മുകളിലേക്ക് എടുക്കപ്പെടുന്നത്. അവർക്ക് കുറച്ചുകൂടെ ശക്തി താങ്ങാൻ പറ്റിയേക്കും. മരിച്ചവർ ഉയർക്കുന്നു, തേജസ്കരിക്കപ്പെട്ട് ഉയർക്കുന്നു. തേജസ്കരിക്കപ്പെട്ടിട്ടല്ല ആത്മാവ് വന്ന് ശരീരത്തോട് ചേരുന്നത്. ഒരച്ഛൻ അങ്ങനെ പ്രസംഗിച്ചു, കത്തോലിക്ക. ശരീരം തേജസ്കരിക്കപ്പെട്ടിട്ട് ആത്മാവ് വന്ന് ചേരുന്നത് അങ്ങനെയല്ല. സെമിറ്ററിൽ കിടക്കുന്ന ശരീരത്തോട് ആത്മാവ് വന്ന് ചേർന്ന് തേജസ്കരണം ഉണ്ടാകുകയാണ്. ആ ശരീരം പിന്നെ ക്ഷയിക്കില്ല, നശിക്കില്ല, അതിന് മരണമില്ല. പക്ഷെ വേദന സഹിക്കാൻ പറ്റും, ആനന്ദം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ തേജസ് പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഭൂമിയിലേക്ക് വന്ന ഒലിവലയിൽ കാര്യം ചവിട്ടുന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ അർത്ഥം വേറെയാണ്. നമ്മുടെ മാലാഖമാരാണ് അവിടെ വരുന്നത്, കർത്താവിൻ്റെ വരണം. അപ്പോൾ തേജസ് നമുക്ക് താങ്ങാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു നിദർശനമായിട്ട് ആ സ്രോപ്പേ മാലാഖമാരുടെ ചിറകുകളുടെ ഒരു സൂചനയായിട്ടാണ് പട്ടക്കാർ താടി വളർത്തുന്നതെന്ന് അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.